പ്രിയരെ, അടുത്ത മാർപ്പാപ്പ ആരാണ്? ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമി ആരാണ്? ഫ്രാൻസിസ് പാപ്പയുടെ ഒരു രഹസ്യ കത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ വലിയ വെളിപ്പെടുത്തലുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ മോദി സർക്കാർ അനുമതി നൽകിയില്ലെന്നും ആദ്യം വെളിപ്പെടുത്തിയത് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയാണ്. തൊട്ടുപുറകെ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ബിഷപ്പ് റെമീജിയസ് ഇൻഡനാനിയും രംഗത്തെത്തി. അടുത്തത് ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുടെ വെളിപ്പെടുത്തലായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയെ എന്തു വിട്ടുവീഴ്ച ചെയ്തും ചേർത്ത് പിടിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നതായി പാംപ്ലാനി മെത്രാൻ നടത്തിയ വെളിപ്പെടുത്തൽ സീറോ മലബാർ സഭയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്യുന്നത് മാർപ്പാപ്പ രഹസ്യമായി അയച്ച ഒരു കത്തിനെ കുറിച്ചാണ്. പാപ്പയുടെ വേർപാടിന് ശേഷം കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ആർക്കൈവ്സിൽ നിന്നാണ് കത്തിന്റെ കോപ്പി കണ്ടെടുത്തത് എന്ന് പറയപ്പെടുന്നു. കത്തിനെ ചൊല്ലി വൻ ചർച്ചകളാണ് സഭയിൽ നടക്കുന്നത്. വത്തിക്കാൻ ഇൻസൈഡർമാരുടെ വാർത്തകളും ഊഹാപോഹങ്ങളും ചാനലുകളാകെ നിറയുകയാണ്. ഇത് വെറുമൊരു ഔദ്യോഗിക കത്തല്ല. ഫ്രാൻസിസ് പാപ്പ ഒരാൾക്ക് വ്യക്തിപരമായി എഴുതിയ കത്താണ്. ഫിലിപ്പീൻസിലെ മനിലയിലുള്ള ലൂയിസ് ആന്റോണിയോ ടാഗൽ എന്ന കർദിനാളിനാണ് ഫ്രാൻസിസ് പാപ്പ സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയത്. ഈ കത്ത് ആഗോള കത്തോലിക്ക സഭയെ പുനർനവീകരിക്കും എന്ന് കരുതപ്പെടുകയാണ്. സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് കത്തിലുള്ളത് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, അടുത്തതായി സഭയെ നയിക്കേണ്ടത് ആര് എന്ന സൂചനകളും അതിലുണ്ട്. മാർപ്പാപ്പ കാർഡിനൽ ടാഗലിന് ഒരു സ്വകാര്യ സന്ദേശം അയച്ചു എന്ന അഭ്യൂഹങ്ങൾ കുറച്ച് ദിവസങ്ങളായി വത്തിക്കാനിലുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു അത് നഷ്ടപ്പെട്ടുവെന്ന്, മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ ഒരു കത്തേ ഇല്ലെന്ന്. എന്നാൽ ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുകയാണ്, അങ്ങനെ ഒരു കത്തുണ്ട്. ആ കത്ത് തികച്ചും വ്യക്തിപരമായിരുന്നു, സ്വന്തം കൈപ്പടയിൽ എഴുതിയതായിരുന്നു. അത് നിറയെ ഭാവി സഭയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ദീർഘവീക്ഷണം ശ്രദ്ധേയമായിരുന്നു. പാപ്പ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ആസൂത്രണത്തിലായിരുന്നു. അതിനാൽ തന്നെ പലരും പറയുന്നത് ഈ കത്ത് പുറത്തു വരേണ്ട സമയം പോലും ഫ്രാൻസിസ് പാപ്പ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ്. ഇത് ഒരു ഡിഗ്രി അല്ല, ഒരു ഒഫീഷ്യൽ കത്തല്ല. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് ശക്തമാണ്, ഏവരെയും പിടിച്ചുലയ്ക്കുന്നതാണ്. ക്രൈസ്തവ വിശ്വാസത്തെയും സഭാഭരണത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശത്തെയും ഭാവി സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ചിന്തയുടെ പ്രതിഫലനമാണ്. സഭയെ നയിക്കുന്നയാൾ സേവനത്തിന്റെ മാതൃകയുമായി മുന്നോട്ടു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ വെറുമൊരു നിർദ്ദേശമായല്ല വത്തിക്കാനെ പഠിക്കുന്നവർ കാണുന്നത്. കാർഡിനൽ ടാഗൽ മാർപ്പാപ്പയുടെ ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളായാണ് അവർ അതിനെ വിലയിരുത്തുന്നത്. ഫ്രാൻസിസ് പാപ്പ കാർഡിനൽ ടാഗലിനെ ഒരുക്കുകയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും അനവധിയാണ്. എങ്ങനെയാണ് കാർഡിനൽ ടാഗൽ മാർപ്പാപ്പയ്ക്ക് ഇത്ര പ്രിയപ്പെട്ടവനായി മാറിയത്? മനിലയുടെ തെരുവുകളിൽ നിന്ന് വന്ന മെത്രാനാണ് അയാൾ. സാധാരണ മനുഷ്യരുമായി നിരന്തരം സംവദിക്കുന്ന അധികാരികളുടെ കറ പുരളാത്ത മെത്രാനാണ് അയാൾ. അധികാരവും സ്വാധീനവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. കത്തീഡ്രൽ പള്ളിയുടെ അകത്തളങ്ങളിലല്ല, മറിച്ച് ദയാവായ്പോടെയുള്ള ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത്. വാക്കിംഗ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനത്തോടൊപ്പമുള്ള സഞ്ചാരം, അതായിരുന്നു കാർഡിനൽ ടാഗലിന്റെ മുഖമുദ്ര. അത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയെ ആകർഷിച്ചത്. 2019 ഫ്രാൻസിസ് പാപ്പ കാർഡിനൽ ടാഗലിനെ ഒരു സുപ്രധാന പദവിയിലേക്ക് ഉയർത്തി. ദ കോൺഗ്രിഗേഷൻ ഫോർ ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസിന്റെ തലവനായാണ് ഉയർത്തിയത്. അത് വെറും ഒരു പ്രൊമോഷൻ ആയിരുന്നില്ല, മറിച്ച് ലോകത്തിനുള്ള സന്ദേശമായിരുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. മാർപ്പാപ്പയുടെ ആ രഹസ്യ കത്തിൽ എന്തായിരുന്നു എന്ന് നോക്കാം. സഭ അധികാരം ആഗ്രഹിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് സേവനം കാക്ഷിക്കുന്നവർക്കുള്ളതാണ്. വിനയവും അനുകമ്പയുമുള്ള ആളായിരിക്കണം സഭയെ നയിക്കേണ്ടത്. പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നയാളായിരിക്കണം സഭാതലവൻ. തായ്വേരുകൾ മറക്കാതെ മാറ്റങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നയാളാകണം. എന്നാൽ അതിലൊരു വാചകം മറ്റെന്തിനേക്കാൾ മുഴച്ചു നിൽക്കുന്നു. ലൂയിസ്, നിനക്ക് മനുഷ്യ ഹൃദയങ്ങളെ മനസ്സിലാക്കാനാവുന്നുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇരു കരങ്ങളിലും അനുകമ്പയുള്ളവരെയാണ് ഭാവിയിൽ ആവശ്യം. ആ കത്തിൽ കാർഡിനൽ ടാഗൽ മാർപ്പാപ്പയാകണം എന്ന് പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ പോലൊരാൾ സഭയെ നയിക്കണമെന്ന് പാപ്പ ആഗ്രഹിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. ദാരിദ്ര്യം, മൈഗ്രേഷൻ, കാലാവസ്ഥ വ്യതിയാനം എന്നിവയെക്കുറിച്ചെല്ലാം കത്തിൽ പരാമർശമുണ്ട്. അവസാനം ഒരു അനുഗ്രഹമാണ്. ഭയമല്ല,
വിശ്വാസമാണ് നിന്നെ നടത്തേണ്ടത്. നിനക്കതിന് സാധിക്കട്ടെ എന്നാണ് അനുഗ്രഹം. ഇന്ന് ലോകം മുഴുവൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ കത്ത് ഒരു സ്വകാര്യ സന്ദേശമാണോ അതോ ഒരു പരസ്യ പ്രവചനമാണോ? യു ക്യാരി മൈ സ്പിരിറ്റ്, നീ എൻ്റെ ആത്മാവിനെ വഹിക്കുന്നു. ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പ കാർഡിനൽ ടാഗിളിനെ നോക്കി പറഞ്ഞു. ഇന്ന് ആ വാക്കുകൾ ചർച്ചയാവുകയാണ്. മാർപ്പാപ്പയുടെ വാക്കുകൾ എപ്പോഴും അളന്ന് മുറിച്ച് വിശകലനം ചെയ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ മാർപ്പാപ്പ കാർഡിനൽ ടാഗിളിനോട് ഒരിക്കൽ പരസ്യമായി പറഞ്ഞ ഈ വാക്കുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. എന്നാൽ അതിനുമുപരി ചർച്ചയാവുന്നത് ഈ കത്തിനോടുള്ള കാർഡിനൽ ടാഗിളിന്റെ പ്രതികരണമാണ്. ഈ കത്ത് ലഭിച്ചതിന് ശേഷം കാർഡിനൽ ടാഗിൾ ഒരു പത്രസമ്മേളനം നടത്തിയില്ല, ഒരു പ്രസ്താവന നടത്തിയില്ല, ആരോടും ഉള്ളടക്കത്തെക്കുറിച്ച് പോലും സംസാരിച്ചില്ല. പകരം വിനയത്തോടെ നിശബ്ദത പാലിച്ചു. അതാണ് കാർഡിനൽ ടാഗിൾ. ചിരികൊണ്ട് ഹൃദയം കീഴടക്കുന്ന ദൈവശാസ്ത്രജ്ഞൻ, സംഗീതത്തിലൂടെ കഥ പറയുന്നവൻ, തുളച്ചു കയറുന്ന സന്ദേശം പറയുന്ന വാഗ്മി, യുവജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന കരുതനാൾ. കാർഡിനൽ ടാഗിൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഫ്രാൻസിസ് പാപ്പയുടെ തുടർച്ചയായിരിക്കും. ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സും ഹൃദയവും കീഴടക്കിയ കാർഡിനൽ ടാഗിൾ ആവുമോ അടുത്ത പാപ്പ? അതോ അതേ ആത്മാവ് പേറുന്ന മറ്റൊരു കാർഡിനലാവുമോ? മാർപ്പാപ്പയുടെ ആ കത്ത് പ്രവചനമാണോ സന്ദേശമാണോ? കാത്തിരുന്ന് കാണാം. നന്ദി.